ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടാലോ. ഇന്ന് നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലെ 4 സവാള എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് പൊരിക്കാനുള്ള ചിക്കനിലേക്ക് മാഗ്നേഷൻ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചതാണ്. അത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമുക്ക് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണേ. ഉള്ളിയൊക്കെ വറുത്തെടുത്തു. ഇനി കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് വറുത്തെടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഈ മസാല ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ സമയത്ത് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബസ്മതി റൈസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയും റൈസും കൂടി ഒരുമിച്ചൊന്ന് മിക്സാക്കി എടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ലെയറായിട്ട് തന്നെ മസാലയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കും. അതിനുശേഷം അതിൻ്റെ മുകളത്തെ ലെയറും ഇതേപോലെ തന്നെ സെയിം രീതിയിൽ ഈ മസാലയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും.
അപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡിയാക്കുന്നത്. ഇത് പെർഫെക്റ്റ് റെസിപ്പി ഒന്നുമല്ല, എന്നാലും അടിപൊളി ടേസ്റ്റാണ്. ഇതിനായിട്ട് നമ്മൾ അഡീഷണൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗീ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം മസാലയൊന്നും ഇല്ലാത്ത ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ.